ഇത്തവണ ലഭിച്ച അധിക മഴ ജാതി കർഷകർക്ക് കടുത്ത പ്രതിസന്ധിയാകുന്നു. തുടർച്ചയായി മഴ പെയ്തോടെ ജാതി മരങ്ങളിൽ വെള്ളക്കായ പൊട്ടുന്നതാണ് കർഷകർക്ക് വിനയായിട്ടുള്ളത്. ഇത് വരും ദിവസങ്ങളിലെ ഉൽപ്പാദനത്തെ പ്രതികൂലമായി ബാധിക്കും. മരം തെളിച്ച് കർഷകർ പ്രതിരോധ മാർഗം ഒരുക്കുന്നുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ മഴ തുടർന്നാൽ കാര്യങ്ങൾ കൂടുതൽ പരുങ്ങലാവും. മെയ് മാസം അവസാന വാരം പെയ്ത കനത്ത മഴ കാർഷിക മേഖലയ്ക്കാകെ വലിയ നഷ്ടം വരുത്തിയിട്ടുണ്ട്. വാഴ കർഷകർക്കും ഏലം കർഷകർക്കുമാണ് അധികവും നഷ്ടം സംഭവിച്ചത്. ഇതിനൊപ്പമാണ് ജാതി കർഷകരും നഷ്ടക്കണക്കുകളുമായി രംഗത്തു വന്നിട്ടുള്ളത്. അധികമായി ലഭിച്ച വേനൽ മഴയ്ക്ക് പുറമെ കാലവർഷം എത്തിയതിന് പിന്നാലെ പെയ്ത കനത്ത മഴ കൂടിയായതോടെ ജാതി മരങ്ങളിൽ വെള്ളക്കായ പൊട്ടുന്നതാണ് കർഷകർക്ക് വിനയായിട്ടുള്ളത്. മൂപ്പത്ത് മുമ്പെയാണ് കായകൾ ഇത്തരത്തിൽ ഉപയോഗശൂന്യമായി മാറുന്നത്. ഇത് വരും ദിവസങ്ങളിലെ ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കും. മരുന്നു തളിച്ച് പ്രതിരോധ മാർഗം ഒരുക്കുന്നുവെങ്കിലും വരും ദിവസങ്ങളിൽ മഴ തുടർന്നാൽ കാര്യങ്ങൾ കൂടുതൽ പരുങ്ങലിലാകുമെന്ന് ജാതി കർഷകർ പറയുന്നു. ജാതിക്ക അതിവർഷം കൊണ്ട് ഈ പ്രാവശ്യം ജൂൺ മാസത്തിൽ 10 ദിവസം മുമ്പേ തന്നെ മഴ പെയ്തു. അത് ഈ പ്രകൃതിക്ഷോഭങ്ങളെല്ലാം കൂടെ വന്ന കാറ്റും ഭയങ്കര മഴ, തോരാത്ത മഴ പെയ്ത് ജാതി മരങ്ങൾക്കൊരു പനി പിടിച്ചതുപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളക്കായ ഒരുപാട് പൊട്ടിപ്പോകുന്നു. അപ്പോൾ ഇടുക്കി ജില്ലയിലും മറ്റു കേരളത്തിന്റെ പല ഭാഗത്തും ഈ പറഞ്ഞ മാതിരി സംഭവിച്ചിട്ടുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായി വീശിയ കാറ്റും ജാതി കർഷകർക്ക് നഷ്ടം സമ്മാനിച്ചിരുന്നു. മൂപ്പത്തും മുമ്പേ കാറ്റിൽ കായകളും പൂക്കളും വലിയ തോതിൽ നിലം പതിച്ചതാണ് നഷ്ടക്കണക്കുകൾക്ക് ഇടവരുത്തിയത്. ജാതിക്കായ്ക്കും പത്രിക്കും മെച്ചപ്പെട്ട വില ലഭിക്കുന്നുവെങ്കിലും ഉൽപാദനം കുറഞ്ഞാൽ ഉയർന്ന വിലയുടെ പ്രയോജനം കർഷകർക്ക് ലഭിക്കുകയില്ല. ഇത്തവണ ലഭിച്ച വേനൽ മഴ ജാതി കർഷകർക്ക് പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ പിന്നാലെ എത്തിയ പെരുമഴ ജാതി കർഷകരുടെയും പ്രതീക്ഷകൾ കെടുത്തി. ന്യൂസ് ബ്യൂറോ, അടിമാലി.